ഹലോ. പിന്നെ എൻ്റെ മേക്കപ്പ് പൗച്ച് കാണിച്ചാൽ എന്തൊക്കെയുണ്ട്? ഇത്ര ഉണ്ട്. പക്ഷെ ഇതിലുള്ള പല സാധനങ്ങളും ഞാൻ ഉപയോഗിക്കാറില്ല. കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. എന്നാലും ആവശ്യത്തിന് സാധനങ്ങളുണ്ട്. കാരണം ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഇന്ന സാധനങ്ങളൊക്കെ വേണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഈ 2 പൗച്ച് എന്തിനാന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി വലിയ പൗച്ചല്ലേ. അപ്പം ഞാനിപ്പം നൈറ്റ് ഫ്ലൈറ്റൊക്കെ ചെയ്യണ സമയത്താണെങ്കിൽ ഞാൻ താമസിച്ച് എണീക്കത്തുള്ളൂ. താമസിച്ച് എണീക്കുമ്പം റെഡിയായി ഇറങ്ങാൻ ലേറ്റ് ആവും. അപ്പം എല്ലാം കൂടെ വാരിപ്പെറുക്കി ഇതിനകത്തോട്ട് ഇടും. ഇത് പിന്നെ സമയം പോലെ എല്ലാം ഒതുക്കി പെറുക്കി ഇതിനകത്തോട്ട് വയ്ക്കും. അങ്ങനെയാണ് ചെയ്യണേ. അപ്പം നല്ല എല്ലാം കൂടെ വാരി ഇടാൻ വലിയ പൗച്ചാണല്ലോ നല്ലത്. അതുകൊണ്ടാണ് ഇതും കൂടെ കൊണ്ട് നടക്കണം. ഇതിനകത്ത് പിന്നെ എൻ്റെ തലയിൽ ചെയ്യാനുള്ള ഹെയർ ആക്സസറി, ബണ്ണ്, ക്ലിപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്തുവാ, സൺസ്ക്രീൻ, മറ്റേ സ്കിൻ കെയർ അല്ലേ. ഞാൻ അങ്ങനെ വലിയ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സിറോ ഇടും. എൻ്റെ കയ്യിലുള്ളത് ഡോക്കിൻ്റെ ഒരു സിറോ ഉണ്ട്, വിൽവയുടെ ഒരു സിറോ ഉണ്ട്. ഇത് തീരാറായി. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. അതൊക്കെ ഇതിൽ നിന്ന് തപ്പിയെടുക്കണമെങ്കിൽ കുറച്ച് പാടാണ്. വേണ്ട കിടക്കണ വേണ്ട. ഒരെണ്ണം കൂടെ ഉണ്ട്. ഡെർമാക്കോ. ഇത് 3 എണ്ണം ഉണ്ട്. ഇത് 3 ഞാൻ എപ്പോഴും ഒന്നും ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും മൂഡ് പോലെയൊക്കെ ഉപയോഗിക്കാറുള്ളൂ. കാരണം പക്ഷെ ഇത് ഉപയോഗിച്ചാൽ നല്ലതാണ് കേട്ടോ. എനിക്ക് 2 ആഴ്ച ഞാൻ മേടിച്ച പുതുമയ്ക്ക് നമ്മൾ ഉപയോഗിക്കുമല്ലോ, അങ്ങനെ 2 ആഴ്ച അടുപ്പിച്ച് ഉപയോഗിച്ചാൽ തന്നെ എൻ്റെ മുഖത്തൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മടുപ്പായി. ഇപ്പോൾ വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാറുള്ളൂ സിറോ ഒക്കെ. സിറോ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കും. എൻ്റെ അടപ്പൊക്കെ പോയി ഈ സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. നല്ല സൺസ്ക്രീൻ. ഇതിനകത്ത് ഞാൻ മോയ്സ്ചറൈസറൊന്നും ഇടാറില്ല. ഇതിനകത്ത് ഇത് ഇടുമ്പോൾ തന്നെ മോയ്സ്ചർ ആവുമോ, അതുകൊണ്ട് ഞാനൊരു ഭയങ്കര വലിയ മടിച്ചിയാണ്. എനിക്കിതൊക്കെ മടിയുള്ള കാര്യം. പിന്നെ ഇത് നല്ല സൺസ്ക്രീൻ ഇട്ടാൽ ഫേസ് നന്നായിട്ടിരിക്കും. സൺസ്ക്രീൻ മസ്റ്റാണ്. അതുകൊണ്ട് ഇതിടും. ഇതിൽ മോയ്സ്ചറൈസറും ഉണ്ട്, അതുകൊണ്ട് സൺസ്ക്രീൻ ഇടും. ഇത്രേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ. ഇത് കഴിഞ്ഞ് ഞാൻ നേരെ ഇടുന്നത് കൺസീലറാണ്. ഞാനിതിങ്ങനെ വിടർത്തി കണ്ടില്ലേ, എന്തൊരു ഭംഗിയല്ലേ. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഈ കൺസീലറാണ്. ഇത് കളർ റെവല്യൂഷൻ്റെ കൺസീലറാണ്. നല്ലതാണ്, എനിക്കിത് ഇഷ്ടമാണ്. പിന്നെ എൻ്റെ കയ്യിൽ മാക്കിൻ്റെയും കൂടെ ഉണ്ട്. മാക്കിൻ്റെ ഞാൻ കുറേ ഉപയോഗിച്ചു മാക്കിൻ്റെ. പക്ഷെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ്. എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത്. നല്ല കൺസീലറാണ്. 2 കൺസീലറുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഫൗണ്ടേഷനൊക്കെ ഉണ്ട്. ഇത് ഷുഗറിൻ്റെ ഫൗണ്ടേഷനാണിത്. ഇത് ഞാൻ ഇടയ്ക്കിടത്തില്ല. പക്ഷെ എനിക്ക് കൺസീലർ മാത്രമാണ് കൂടുതലും ഇടുന്നത്. കൺസീലർ കൊണ്ട് തന്നെ അത്യാവശ്യം കവറേജ് കിട്ടും. കൺസീലർ ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ ഈ കോമ്പാക്റ്റ് എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പം അതങ്ങനെ ഇരുന്നോളും. മാക്കിൻ്റെ കോമ്പാക്റ്റാണ്. ഇത് ഞാൻ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് മേടിച്ചാൽ 1 വർഷമൊക്കെ ആയി. നല്ല കോമ്പാക്റ്റാണ്. ഇപ്പോഴും ഉണ്ട് കൺസീലർ, ഇപ്പോഴും ഉണ്ട്. ഇത്രയും എനിക്ക് ഇച്ചിരി ഇട്ടാൽ മതി. നല്ല കവറേജ് കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ എൻ്റെ കയ്യിൽ മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പേരെന്തായിരുന്നു, പ്രൈമറൊക്കെ ഉണ്ട്. ഞാനിതൊന്നും ഇടാറില്ല. പിന്നെ ഐബ്രോ പെൻസിൽ. ഇത് K-Beautyയുടെ ഐബ്രോ പെൻസിലാണ്. കുഴപ്പമില്ല, എന്നാലും വലിയ ഇതൊന്നുമില്ല. എന്നുവെച്ചാൽ എനിക്കിഷ്ടമാണ്. ഇടുമ്പോൾ ഭംഗിയാണ്. പക്ഷെ നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ ഇത് കാശ് കൊടുത്ത് മേടിച്ചതല്ലേ എന്ന് തീരട്ടെ എന്ന് ഓർത്ത് ഞാൻ വെച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കുഴപ്പമില്ല, ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. കണ്ടോ, ഇടുമ്പോൾ നല്ലതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇതിടും. പിന്നെ മസ്കാര. ഇത് നല്ല വോളിയമൈസിങ് മസ്കാരയാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. എനിക്ക് തോന്നണം മാഞ്ഞു പോയി. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് മേടിച്ചതാണ്. നല്ലതാണ്. പക്ഷെ ഞാൻ നോക്കട്ടെ, ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഇത് നന്നായിട്ട് നമുക്ക് നല്ല വോളിയം തോന്നിക്കും ഇതുകൊണ്ട് ചെയ്യുമ്പോൾ. നല്ലതായത്. പിന്നെ ഐലൈനർ ലാക്മേയുടെ ആണ്. ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഇതാ, കണ്ട പോകത്തില്ല. സ്മഡ്ജ് പ്രൂഫാണ്. വാട്ടർ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ വെള്ളം വെറുതെ വെച്ച് കഴുകിയാൽ പോകത്തില്ല. പക്ഷെ സോപ്പ് ഇട്ടാൽ പക്ഷേ ഇത് നല്ലതാണ്. നല്ല ചെറുതും ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ എഴുതാൻ പറ്റും. നല്ല നീട്ടിയൊക്കെ എഴുതാൻ പറ്റും. നല്ല ഐലൈനറാണ്, എനിക്കിഷ്ടമായത്. പിന്നെ ഉള്ളത് എൻ്റെ കാജൽ, നോർമൽ കളേഴ്സിൽ കാജൽ. ഇത് നല്ലതാണ്. ഞാനിത് ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും. നൈറ്റ് ഫ്ലൈറ്റിനൊന്നും ഞാനിത് ഉപയോഗിക്കത്തില്ല. കാരണം നൈറ്റ് ഫ്ലൈറ്റിന് ഉറങ്ങിക്കഴിയുമ്പോഴേക്കും ഞാൻ മുതിരാളിയെ പോലെ ഇരിക്കും. ഞാൻ നോർമൽ ഫ്ലൈറ്റ്, നല്ല റെസ്റ്റൊക്കെ കിട്ടുന്ന ഫ്ലൈറ്റ് ആണെങ്കിൽ ഞാൻ ഇതൊക്കെ എഴുതും.
എന്നാലും നമുക്ക് മൂഡ് തോന്നും, എനിക്ക് മൂഡ് തോന്നത്തുള്ളൂ ഇതൊക്കെ എഴുതാൻ. ഇല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഐലൈനർ മാത്രമേ എഴുതാറുള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ഡാസ്ലറാണ്. ഇപ്പോൾ ഇട്ടേക്കുന്നതും ഈ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. നല്ല ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണ്ടവർക്ക് മേടിക്കാം. പിന്നെ ഞാൻ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് തന്നെയാണ് ബ്ലഷൊക്കെ എടുക്കുന്നത്. ഇത് എൻ്റെ ഐ ഷാഡോ പാലറ്റ് റെവല്യൂഷൻ്റെ ആണ്. നല്ല പാലറ്റാണ്, അത്യാവശ്യം ന്യൂഡ് ഷെയ്ഡൊക്കെ ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതും ചിലപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ ഞാൻ ബ്ലഷ് ഇടും, ഇതും ചിലപ്പോൾ ബ്ലഷ് ഇടും. അത്രേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ ഇത് ബ്ലഷിനുള്ള ബ്രഷ്, പിന്നെ ഇത് ഐ ഷാഡോയ്ക്കുള്ള ബ്രഷ്. ഇതും ഞാൻ ഐബ്രോയ്ക്ക് ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന ബ്രഷാണിത്. പക്ഷേ കാര്യം പറയുകയാണെങ്കിൽ ഈ ബ്രഷൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, ഞാൻ കൈയാണ് ഉപയോഗിക്കുന്നത്. ബ്രഷ് ചുമ്മാ ഞാൻ കൊണ്ട് നടക്കുക. ആദ്യമൊക്കെ ബ്രഷ് ഉപയോഗിക്കുമായിരുന്നു, പിന്നെ എനിക്ക് മനസ്സിലായി കൈ തന്നെയാണ് നല്ലത്. കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് ബ്രഷിനല്ല, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു സാധനം, ഇത് എൻ്റെ മോളുടെ ഐബ്രോ പെൻസിലാണ്. ഇതറിയാണ്ട് എൻ്റെ ബാഗിലോട്ട് വന്നു പോയി, ഇനി പോകുമ്പോൾ കൊണ്ട് കൊടുക്കണം. പിന്നെ ഇത് ദേഗയുടെ ലിപ് ബാം, നല്ല ലിപ് ബാം. ഫസ്റ്റ് അവർ ഇറക്കിക്കൊണ്ടിരുന്നത് മറ്റേ ടിന്നിനകത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ട് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആണ്. നല്ല ലിപ് ബാം, ഞാൻ എപ്പോഴും ദേഗയുടെ ഉപയോഗിക്കണം. പിന്നെ ഇത് വെറ്റ് ടിഷ്യൂ ആണ്, മിഠായി അല്ല. വെള്ളത്തിൽ ഇട്ട ടിഷ്യൂ പേപ്പർ ആവും. ഞങ്ങളുടെ കടയിലുള്ള എൻ്റെ ഭർത്താവിൻ്റെ കടയിലുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് എടുത്തുകൊണ്ട് പോരും. അത്രേ ഉള്ളൂ മറ്റേ ഗോൾഡൻ പൗച്ചിൽ. പിന്നെ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് ലിപ്സ്റ്റിക്കുകളുണ്ട്. ഇതൊന്നും ഞാൻ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും. ഇതൊക്കെ ന്യൂഡ് ഷെയ്ഡാണ്, മാൾസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, നല്ലതാണ്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ കണ്ണാടി അടയില്ല, കണ്ണാടി. ടിക് ക്ലിപ്പ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് മുടി കെട്ടിക്കഴിയുമ്പം ഇങ്ങനെയൊക്കെ വരും, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ക്ലിപ്പ് വെച്ചിട്ടൊക്കെയാണ്. സ്ട്രീക്സിൻ്റെ സിറം, നല്ല സിറമാണ്. ഇതിൻ്റെ ബ്ലൂ നല്ലതാണ്, ബ്ലൂ ആണ് കുറച്ചുകൂടെ നല്ലത്. ഇത് നല്ലതാണ്, ബ്ലൂ നല്ലതാണ്. എനിക്ക് ബ്ലൂ കിട്ടിയില്ല. പിന്നെ ഇത് സ്റ്റുഡിയോയുടെ നെയിൽ പോളിഷാണ്. ഈ നെയിൽ പോളിഷ് ഒന്നും ഞാൻ ഉപയോഗിക്കാറൊന്നുമില്ല, ഇതെൻ്റെ അമ്മയുടെ ഞാൻ എടുത്തോണ്ട് വന്നു. പിന്നെ ഇതും സ്റ്റുഡിയോയുടെ ലിപ്സ്റ്റിക്കാണ്. ഇതൊക്കെ എക്സർജൻസി, എന്തെങ്കിലും എമർജൻസി വന്നാൽ ഉപയോഗിക്കാമെന്ന് ഓർത്ത് വെച്ചേക്കുന്ന. ഇത് ഗോൾഡ് പീൽ ഓഫ് മാസ്ക് ഗുഡ് വൈബ്സ്. ഇതൊക്കെ ഡേറ്റ് കഴിഞ്ഞാണ്, അതൊന്നും ഉപയോഗിക്കാറില്ല ഞാനിപ്പോൾ. ഇത് പിന്നെ രാത്രി ഇടാനുള്ളൊരു ജെല്ലാണ്, കാണാമോ? രാത്രി ഇടാനുള്ളൊരു ജെല്ല്, ഇതൊന്നും ഉപയോഗിക്കാറില്ല, അത് ഭയങ്കര മടിച്ച്. ഇത് നെയിൽ പോളിഷ്, ഞങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ള കളർ ന്യൂഡ് ഷെയ്ഡും ഈ കെ ബ്യൂട്ടിയുടെ ഈ ഷെയ്ഡ് ഞങ്ങൾക്ക് അലൗഡാണ്. നല്ലൊരു ഷെയ്ഡാണ്, നല്ല ന്യൂഡ് ഷെയ്ഡാണ്. ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ കുറേ ഇത് ദേഗയുടെ ലിപ് സ്ക്രബ്, അത്രേ ഉള്ളൂ എൻ്റെ ഇതിൽ. മേക്കപ്പ് സാധനങ്ങളായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇതിൽ പലതും ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സിറം ഇടും, എന്നിട്ട് എൻ്റെ സൺസ്ക്രീൻ ഇടും. പിന്നെ ഞാൻ എൻ്റെ കൺസീലർ കണ്ണിൻ്റെ അടിയിൽ എവിടെയൊക്കെ കൺസീലർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ചെയ്യും. പിന്നെ ഐബ്രോ വരയ്ക്കും. എന്നിട്ട് കൺസീലർ ഇട്ട ഉടനെ തന്നെ ഞാൻ കോമ്പാക്റ്റ് എടുത്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഇരുന്നോളും, പോകത്തില്ല. പിന്നെ ഞാൻ കണ്ണെഴുതുന്നതിന് മുമ്പ് ഐ ഷാഡോ ഇടും, പിന്നെ കണ്ണെഴുതും, പിന്നെ മസ്കാര ഇടും. പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഡാസ്ലറിൻ്റെ ഈ ലിപ്സ്റ്റിക്ക് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല, നല്ല ലിപ്സ്റ്റിക്ക്. ഇതിടും. പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം, കുഴപ്പമില്ലല്ലോ. ലിപ്സ്റ്റിക്ക് ഇടും, അത്രേ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. പിന്നെ ബണ്ണിൻ്റെ സാധനങ്ങൾ ഞാൻ തരും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, മുടി അഴിച്ചിടാമല്ലോ എന്ന് ഓർക്കും. മുടി അഴിച്ചിടണമെങ്കിൽ മുടി ഇത്രേ പാടുള്ളൂ, കഴുത്തിൻ്റെ മേളിലേ മുടി പാടുള്ളൂ. എൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഞാൻ അങ്ങനെയായിരുന്നു ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ, കഴുത്തിൻ്റെ മേളിലായിരുന്നു. പക്ഷെ നമുക്ക് എനിക്കത് ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും അത് തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ ഒരു ഹെയർ സ്റ്റൈലും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ മുടി വളർത്താൻ തുടങ്ങി. മുടി വളർത്തുമ്പോൾ ബണ്ണ് കെട്ടലൊക്കെ ചടങ്ങാണ്. ഇതാണ് മെയിൻ സാധനം, നമ്മുടെ ഡോണറ്റ് ബൺ. ഇത് വെച്ചിട്ടാണ് മുടി കെട്ടുന്നത്. പിന്നെ കുറേ യൂപ്പിൻ ഉണ്ട്. ഈ യൂപ്പിനൊക്കെ കുത്തിയാണ് മുടിയൊക്കെ ശരിയാക്കുന്നത്. പിന്നെ ഇത് ഫിഷ് നെറ്റ്,
ഈ ഫിഷ് നെറ്റ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ വലിയ ഫിഷ് നെറ്റ് മേടിക്കണം, കണ്ട നല്ലതാണ്. നമുക്ക് മുടിയൊക്കെ കറക്റ്റ് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കും. പിന്നെ കുറേ ബാൻഡ്സ് ഉണ്ട്. ഈ ബാൻഡ്സൊക്കെ ഇട്ടാണ് നമ്മൾ മുടി സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ എൻ്റെ ടെയിൽ കോമ്പ് നമുക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് കറക്റ്റ് അളവിലെടുത്ത് പിരിച്ചൊക്കെ വെച്ച് വേണം നേരെ എടുക്കണമെങ്കിൽ നേരെ വരിക. ടെയിൽ കോമ്പ് നല്ലതാണ്. ഇത്രയും സാധനങ്ങളൊക്കെയാണ് എൻ്റെ ഇതിൽ. ഇനിയിപ്പോൾ എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്കിനി എൻ്റെ ക്രൂ ബാഗ് സെറ്റ് ചെയ്യണം. ക്രൂ ബാഗിൽ ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. ഞാനത് വീഡിയോ ആയിട്ട് ഇടാം. ശരി, ബൈ ബൈ.